ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് പ്രഖ്യാപനത്തിന് പിന്നാലെ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് ട്രംപ്. ജർമ്മനി, ഇറ്റലി, സ്പെയിൻ എന്നിവിടങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ സൈനികരെ പിൻവലിക്കാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ആലോചിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് നടത്തിയൊരു പ്രതികരണത്തിൽ ഇറാനുമായുള്ള ചർച്ചകളിൽ അമേരിക്ക അപമാനിക്കപ്പെടുകയാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒപ്പം യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ അമേരിക്കക്ക് പദ്ധതിയില്ലെന്നും മെർസ് വിമർശിച്ചിരുന്നു. ഇതിനെതിരെ ട്രംപ് രംഗത്ത് വരികയും മെർസ് സംസാരിക്കുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ലെന്നും കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ജർമ്മനിയിലെ സൈനികരുടെ എണ്ണം വെട്ടിക്കുറക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണെന്ന് ട്രംപിന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. പിന്നീട് മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ജർമ്മനി മാത്രമല്ല ഇറ്റലിയും സ്പെയിനും പരിഗണനയിലുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഈ മൂന്ന് രാജ്യങ്ങളും അമേരിക്കയുടെ ഇറാൻ യുദ്ധത്തെ രൂക്ഷമായി വിമർശിച്ചവരാണ്. നേരത്തെ തന്നെ ട്രംപിന് ഇത്തരമൊരു പദ്ധതി ഉണ്ടായിരുന്നതായാണ് വിവരം. ഏപ്രിൽ 10 വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് യൂറോപ്പിൽ നിന്ന് ചില US സൈനികരെ പിൻവലിക്കണോ വേണ്ടയോ എന്ന് ട്രംപ് തന്റെ ഉപദേഷ്ടാക്കളുമായി ചർച്ച ചെയ്തിരുന്നു. ജർമ്മനി, ഇറ്റലി, സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ മാത്രമായി ഏകദേശം 53,000 US സൈനികരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. 2025 ഡിസംബർ വരെ പെന്റഗണിന്റെ ഡിഫൻസ് മാൻ പവർ ഡാറ്റാ സെന്ററിൽ നിന്നുള്ള ഡാറ്റ പ്രകാരം യൂറോപ്പിൽ US ഏകദേശം 68,064 സജീവ സൈനിക ഉദ്യോഗസ്ഥരുണ്ട്.